ആളുകൾ വളരെ രീതിയിൽ കുറയുന്നുണ്ടായിരുന്നു. പക്ഷേ 77% മുതൽ 80% വരെ ഓരോ ബൂത്തുകളിലും ഈ പോൾ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ അധികൃതമായി ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു മികച്ച പോളിംഗ് നടത്താൻ ഈ 3 ബൂത്തുകളിലും സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം നേരത്തെ കൊണ്ടാഴിയിൽ ആയിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കൊണ്ടാഴി വലിയ രീതിയിൽ ആളുകളുടെ ഒരു കൂട്ടം നമുക്ക് കാണാമായിരുന്നു. വലിയ രീതിയിൽ ക്യൂ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല. എല്ലാവർക്കും, അതായത് ഈ ഒരു സമയത്ത് ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നവർക്ക് അവർ ഓരോരുത്തരും അവസാനവട്ട ആളുകളും വോട്ട് ചെയ്തതിനു ശേഷമായിരിക്കും, രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുക എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ രീതിയിൽ മന്ദഗതിയിലായിരുന്നു നേരത്തെ പോളിംഗ് നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. ഔദ്യോഗിക കണക്കിന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. 5:30 വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപ്രകാരം 69.43% എന്ന ഒരു മികച്ച പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മികച്ച പോളിംഗിലേക്ക് എത്തുന്നു. അരമണിക്കൂറിന് ശേഷമുള്ള ഔദ്യോഗിക കണക്കുകൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാൾ 77% കഴിഞ്ഞ തവണ പോളിംഗ് രേഖപ്പെടുത്തിയത് ചേലക്കരയിൽ. അത് മറികടക്കുമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുമോ പോളിംഗ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ആവേശത്തോടെ വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. പോളിംഗ് ശതമാനം ഉയരുന്നതിൽ വലിയ ആവേശത്തിലൂടെ അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് അവർക്ക് ഓരോരുത്തർക്കും അനുകൂലമാണ് എന്നുള്ള അവകാശവാദമായി മുന്നണികളും രംഗത്തെത്തുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇവിടെ കുറേയധികം ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പോളിംഗ് അവസാനിച്ചിരിക്കുന്നു, ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം? പ്രതിപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്രാവശ്യം നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. ഇത്തവണ ഈ വികസന വിഷയങ്ങളൊക്കെ അടക്കം ഉയർത്തിയാണ് ഒരു വോട്ട് തേടിക്കൊണ്ടിരുന്നത്. അത് അനുകൂലമാകും, ഈ ഉരുക്കോട്ടക്കാക്കും എന്നൊക്കെ തോന്നുന്നുണ്ടോ? നല്ലോണം തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രതിപേട്ടന്റെ LDFന്റെ സർക്കാർ വികസനങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നല്ലോണം പരിശ്രമിക്കുന്നുണ്ട്, ചെയ്യണമുണ്ട്. അതുകൊണ്ട് തന്നെ വികസനങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രതിപേട്ടൻ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി. എന്തായാലും നമുക്ക് മറ്റ് പ്രതികരണങ്ങൾ കൂടി തരാനായിട്ട്. ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് ഇത്തവണ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ്. എല്ലാവരും ഒന്നിനൊന്നായി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. സാഹചര്യം പറഞ്ഞാൽ ഞാൻ BJP-കാരനാണ്. എന്റെ ഉദ്ദേശം പറഞ്ഞാൽ 4 മാസകാലങ്ങളായിട്ട് ഞങ്ങൾ വളരെയധികം എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഒരു വിജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു 12,000 വോട്ടിന് ഞങ്ങൾ മേലെ നിൽക്കുന്നുള്ള ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഒരു 12,000 വോട്ടുകളുടെ മേലൊരു ഭൂരിപക്ഷം തെറ്റുമെന്ന് അങ്ങനെയാണോ തോന്നുന്നത്? രമ്യ ഹരിദാസ് 10,000 വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. കാരണം KR നാരായണന് ശേഷം ഒറ്റപ്പാലം മാറി ഇവിടെ ആലത്തൂർ നിയോജക മണ്ഡലം വന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ആലത്തൂര് തിരിച്ചുപിടിച്ചത് രമ്യ ഹരിദാസ്. ലോക്സഭയിൽ തിരിച്ചുപിടിച്ച അതേപോലെ തന്നെ ചേലക്കര 28 വർഷമായിട്ടുള്ള ഈ ചേലക്കര ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചുപിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അത് തന്നെയാണ് ചേട്ടൻ തോന്നുന്നത്? 100% ചേലക്കര പിടിച്ചെടുക്കും. രമ്യ ഹരിദാസ് ഭൂരിപക്ഷത്തോടെ വിജയിക്കും. വലിയ പ്രവർത്തനമൊക്കെ ഗംഭീരമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് 100% രമ്യ ഹരിദാസ് തിരിച്ചുപിടിക്കും, ജയിക്കും. ആത്മവിശ്വാസം. തീർച്ചയായും നമ്മൾ 3 മുന്നണികളുടെയും പ്രവർത്തകരുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ തേടിയത്. അതിനനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 12,000 വോട്ടുകൾ നേടി ഇത്തവണ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് BJP ഇവിടെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഒരാൾ പങ്കുവയ്ക്കുന്നു. അതേസമയം ഈ സീറ്റ് നിലനിർത്താം 28 വർഷമായി കാത്തുസൂക്ഷിക്കുന്ന ചെങ്കോട്ട ഇത്തവണയും കാക്കും. അത് ആ ഒരു കൂട്ട പൊളിയിൽ നിന്നുള്ള അഭിപ്രായം LDF പ്രവർത്തകരും പറയുന്നു. അതേസമയം UDF 2019 ആലത്തൂരിൽ പിടിച്ചടക്കിയതുപോലെ തന്നെ ഇത്തവണ നിൽക്കുന്ന പഴയന്നൂർ, അവിടെ 3 മുന്നണികളുടെയും പ്രവർത്തകർ 3 മുന്നണികളെയും സ്ഥാനാർത്ഥികളുടെ ജയം പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. എന്നാണെങ്കിലും ഇനിയുള്ളതൊക്കെ കണക്കൂട്ടലിന്റെ ദിവസങ്ങളാണ്, സമയങ്ങളാണ്. എത്ര വോട്ട് വീണു എന്നുള്ളതൊക്കെ കൃത്യമായി തിട്ടപ്പെടുത്തേണ്ട സമയത്തിലേക്ക് കിടക്കുന്നു. എന്നാണെങ്കിലും പ്രതീക്ഷയിലാണ് 3 മുന്നണികളുടെയും പ്രവർത്തകർ. ഞാൻ നേരെ പോകുന്നു ചേലക്കരയിൽ തന്നെ. അവിടെ VV അരുണുണ്ട്. VV അരുൺ നിൽക്കുന്നത് ദേശമംഗലത്താണ്. അരുൺ, അവിടെ എന്താണ് പ്രവർത്തകരുടെ ഒരു പ്രതീക്ഷയൊക്കെ? ഈ 6 മണിക്ക് ശേഷവും വോട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം, അതായത് സമയം പൂർത്തിയാകുമ്പോഴും ക്യൂ ഉണ്ടായ ബൂത്തുകൾ ഉണ്ടായിരുന്നു അവിടെ ദേശമംഗലത്ത്?
ദേശമംഗലത്തെ കാര്യമായി ആ തിരക്കില്ല. നേരത്തെയൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ 6 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ വോട്ടെടുപ്പ് അവസാനിച്ചു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബാലറ്റുകൾ തിരികെ സീൽ ചെയ്ത് തിരികെ സൂക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നിപ്പോൾ ലഭ്യമാക്കാൻ കഴിയുന്നത്. വലിയ തിരക്കുണ്ടായിരുന്നു ഇവിടെ എല്ലായിടത്തും. മാത്രമല്ല ഇവിടെ ചെറിയ സംഘർഷം ദേശമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമാണ്. വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ രാവിലെ മുതൽ വലിയ തിരക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു. 6 ബൂത്തുകളാണ് ദേശമംഗലത്ത് മാത്രം ഈ സ്കൂൾ പരിസരത്ത് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന 6 ബൂത്തുകളാണ്. അവിടെ എല്ലായിടത്തും 6 മണിക്ക് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും 6 മണിക്ക് മുമ്പ് പോകുന്ന ആളുകളേക്ക് അകത്ത് കയറ്റിവിട്ട ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്തു. വലിയ തിരക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനവും കഴിഞ്ഞ തവണത്തേക്ക് അടുത്തെത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 77.47% 2021 പൊതുതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ പോളിംഗ് ശതമാനം. അതിനടുത്തേക്ക് ഒരുപക്ഷെ പോളിംഗ് ശതമാനം ഇത്തവണയും എത്തിയേക്കാം. എല്ലാ മുന്നണികളും ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. നേരത്തെ ഇതിനോട് സംസാരിക്കുമ്പോൾ ആളുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വലിയ തരത്തിലുള്ള പ്രചരണം എല്ലാ മുന്നണികളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഒരു വോട്ടും തങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു വോട്ടും പാഴായി പോകരുത്, അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെടാതെ പോകരുത് എന്നൊരു നിശ്ചയദാർഢ്യം 3 മുന്നണികളുടെയും പ്രവർത്തകർക്കുണ്ടായിരുന്നു. അതാണ് ഈ രീതിയിലൊരു പോളിംഗ് ശതമാനം രാവിലെ മുതൽ ഉയർന്നു നിൽക്കാൻ കാരണം. അന്തിമ കണക്കെടുപ്പിലും പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കാര്യമായ കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും 3 മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനം ഇടതുമുന്നണിക്കാണ്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. 28 വർഷമായി മുന്നണി CPM കൈവശം വച്ചിരിക്കുന്ന സീറ്റ്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടാൽ വലിയ തിരിച്ചടി രാഷ്ട്രീയമായി ഇത് ഇടതുമുന്നണിക്കുണ്ടാക്കും. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്ക് അത് മുന്നണിയിലെ പ്രതിനിധിയുടെ ആക്കം കൂട്ടുകയും ചെയ്യും. UDF-നാകട്ടെ തിരിച്ചുപിടിക്കാൻ ഇതിന് വലിയ ഒരു വിനയത്തിലാണ് അവർക്കുള്ളത്. കാരണം ആലത്തൂർ MP ആയിരുന്ന രമ്യ ഹരിദാസാണ്. ചേലക്കരക്കാർക്ക് നല്ല പരിചിതയായ നേതാവാണ് ഇവിടെ മത്സരിച്ചത്. മാത്രമല്ല സർക്കാരിനെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതിന്റെ ആഴം, അതിന്റെ പരപ്പ് ഒന്ന് കൂടുതൽ കുറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചേലക്കര ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കും. 96-ന് മുൻപുണ്ടായിരുന്ന ചേലക്കര ആ രീതിയിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. അവരുടെ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം കോൺഗ്രസ് ഇവിടെ നടത്തിയെന്നത് വസ്തുതയുമാണ്. BJPയും പ്രാദേശികമായ ഒരു നേതാവിനെയാണ് ഇറക്കിയതെങ്കിലും അവർക്കും വലിയ പ്രതീക്ഷ ഇവിടെയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ഡോക്ടർ സരസൂരിന് ലഭിച്ച വോട്ട്, അതിന്റെയൊക്കെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട പ്രവർത്തനമാണ് BJP ഇവിടെ നടത്തിയത്. അതുകൊണ്ട് അവരും വിജയ അവകാശവാദവുമായി രംഗത്തുണ്ട്. ഏതായാലും അത്ര എളുപ്പമല്ല BJPക്ക് ഇവിടെ ജയിച്ചു വരിക. പക്ഷേ UDFും LDFും തമ്മിൽ വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നേർക്കുനേർ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമാണ്. ഈ 10,000-ഓളം വോട്ടുകൾ പുതുതായി ചേർത്തതിന്റെ അവകാശവാദവും 3 മുന്നണി ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. അതിന് കോൺഗ്രസും BJPയും 6500-ലധികം വോട്ടുകൾ തങ്ങൾ ചേർത്തു എന്ന ഒരു അവകാശവാദമാണ് നടത്തുന്നത്. അതെന്തായാലും ഈ പോളിംഗ് പെർസെന്റേജിന്റെ കണക്ക് അന്തിമം വരുമ്പോഴും അതിനും അവകാശവാദത്തിൽ ആദ്യത്തിനാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. ഏതായാലും ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും വലിയ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. എന്ത് വിരുദ്ധ വികാരം വന്നാലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക ജനകീയനായ സ്ഥാനാർത്ഥിയാണ് UR പ്രദീപ് എന്നതാണ് CPM-ന് ആത്മവിശ്വാസം നൽകുന്ന പ്രധാന ഘടകം. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇത്തവണ ചേലക്കര തങ്ങൾക്കൊപ്പം നിൽക്കും. ചേലക്കരയിലേക്ക് തിരികെ കോൺഗ്രസിന് കടന്നുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവരുടെ നേതാക്കളും അവരുടെ സ്ഥാനാർത്ഥിയും. നമ്മൾ ഒരു 4 മണിയോടുകൂടി രമ്യ ഹരിദാസിനെ കണ്ടിരുന്നു. രമ്യ അപ്പോഴും പറയുന്നത് ചിട്ടയായ പ്രവർത്തനം നടന്നു, എല്ലാ ബൂത്തുകളിലും ആ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ചേലക്കര തന്നെ കൈവിടില്ല. ഇതാണ് രമ്യയുടെ ആത്മവിശ്വാസം. റൈറ്റ്, രമ്യയുടെ ആത്മവിശ്വാസം അത്തരത്തിലാണ്. ചേലക്കരയിൽ ചിട്ടയായ പ്രവർത്തനത്തെയാണ് പ്രധാനമായും കോൺഗ്രസ് UDF ക്യാമ്പ് പ്രതീക്ഷയോടെ കാണുന്നത്. എന്നാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വോട്ടിംഗ് മെഷീനിലെല്ലാം സീൽ ചെയ്ത് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തുന്നത്. എന്താണെങ്കിലും ചേലക്കരയിൽ അവിടെ സമാധാനപരമായി തന്നെ പോളിംഗ് പൂർത്തിയാവുന്ന സാഹചര്യം. നമ്മൾ ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു പോളിംഗിലേക്ക് എത്തിയോ എന്നുള്ളത് സംശയകരമാണ്. വലിയ ആവേശമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിലൊക്കെ. പക്ഷേ ആ കണ്ട ആവേശം പോളിംഗ് ബൂത്തിൽ ഉണ്ടായോ എന്നുള്ളതാണ് സംശയകരം. CB അനുമോദ് ചേരുന്നു ഏറനാട് മണ്ഡലത്തിലെ ഒതായിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അനുമോദ്, എന്താണ് വയനാട്ടിൽ ഇന്ന് പോളിംഗ് ദിനത്തിൽ കണ്ട സാഹചര്യം? എന്തോ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച പോളിംഗിന്റെ കണക്കുകൂടി ആദ്യം പങ്കുവെക്കേണ്ടതുണ്ട്. 63.59 ഏറ്റവും ഒടുവിൽ
നമുക്ക് ലഭിച്ച പോളിംഗിന്റെ കണക്ക്. അതായത് 64% താഴെ, വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന പോളിംഗ് ശതമാനമായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. അതിൽ തന്നെ ഏറ്റവും കുറവുള്ളത് നിലമ്പൂരിലാണ്, 60.98. ഏറ്റവും കൂടുതൽ ഏറനാട് 68.12. തൊട്ട് പിന്നിലായിട്ട് തിരുവമ്പാടിയുണ്ട് 65.46, കൽപ്പറ്റ 64.24. അങ്ങനെയാണ് നിലവിലെ ഒരു പോളിംഗിന്റെ കണക്കുകൾ. ഈ പോളിംഗിലെ കുറവ് ഇവിടെ UDF സ്വപ്നം കണ്ട വലിയ ഒരു ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കന്നി അംഗത്തിൽ പാർലമെന്റിൽ എത്തിക്കാമെന്ന സ്വപ്നത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5 ലക്ഷത്തിലേക്കൊന്നും ഒരിക്കലും എത്തില്ല ഈ ഒരു കണക്ക് പ്രകാരം ഭൂരിപക്ഷം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തിന് ഒപ്പമോ അതിന് താഴെയോ ആകാം പ്രിയങ്കയുടെ ഭൂരിപക്ഷം എന്നൊരു വിലയിരുത്തലാണ് UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. നമ്മൾ അല്പസമയം മുമ്പ് PK ബഷീർ MLA സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഏറ്റവും അവസാനമായി രാഹുൽ നേടിയ ഭൂരിപക്ഷം നേടും എന്ന തരത്തിലേക്ക് 5-6 ലക്ഷമൊക്കെ കണക്കാക്കിയെന്ന് 3.5 ലക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് UDFന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു എന്നുള്ളതിൽ ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന പ്രചരണം എവിടെയെങ്കിലും പ്രതിഫലിച്ചോ? അതോടൊപ്പം തന്നെ ഈ രാഹുൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നു 2019 രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ കിട്ടിയ ഒരു പിന്തുണ പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു വലിയ മത്സരമൊന്നുമില്ല, പ്രിയങ്ക ജയിക്കും, അതുകൊണ്ട് അത്രയൊക്കെ മതി എന്നൊരു നിസ്സംഗത വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രവാസി വോട്ടർമാരുടെ അഭാവം നിലവിളിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വലിയൊരു ചോദ്യമായിട്ട് ഉയരുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ അത് ചോർന്നിട്ടുണ്ടോ, അത് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ, വഖഫ് വിഷയത്തിൽ അവർക്കുള്ള പ്രതിഷേധം അത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇവിടെ UDFനെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ദിവസം അവർ മറ്റെവിടെയും പ്രചരണത്തിൽ പോകാതെ ഉപതെരഞ്ഞെടുപ്പ് മാത്രം കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് അവർ മടങ്ങിയത്. എന്നിട്ട് പോലും പോളിംഗ് ശതമാനം 70% എത്തിയില്ല എന്നുള്ളത് UDFനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് എത്രത്തോളം കുറയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും വലിയ നേരത്തെ ഉണ്ടായതിലും വലിയ ഒരു ഭൂരിപക്ഷം രാഹുലിന് ലഭിച്ച ഒരു ഭൂരിപക്ഷമെങ്കിലും പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നൊരു കണക്കൂട്ടലാണ് UDFന്റെ ഭാഗത്തും ഉള്ളത്. അതേസമയം തന്നെ പോളിംഗ് കുറയാൻ കാരണം LDFന്റെ വോട്ട് ചെയ്യാതിരുന്നതുകൊണ്ടാണെന്നുള്ള ന്യായവാദങ്ങളൊക്കെ UDFന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം ഇത്രയും അധികം താഴ്ന്നത് എന്താണെങ്കിലും UDFന് തന്നെയാണ് ഇവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് ആദ്യഘട്ടത്തിൽ എന്നാണ് വിലയിരുത്തേണ്ടത്. ആദ്യഘട്ടത്തിൽ കാരണം 5 ലക്ഷത്തിൽ ഏറെ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് അയക്കുമെന്നുള്ളതായിരുന്നു UDFന്റെ പ്രഖ്യാപനം. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് കണ്ടത്തുവയലിൽ നിന്ന്. ഡാൻ, ഇപ്പോൾ അനുമോദ് സൂചിപ്പിച്ചു എങ്കിൽ പോലും കണ്ടത്തുവയലിൽ അവിടുത്തെ സാഹചര്യം എന്താ? ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വയനാട് ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തീർത്ത ആവേശം, അതോടൊപ്പം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ ഈ മണ്ഡലത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ, ഇടത് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ നേതൃത്വത്തിൽ ഗോത്രമേഖലകളിൽ അടക്കം നടത്തിയ തീപാർന്ന പ്രചാരണം, ഇതൊക്കെ വലിയ തരത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളിച്ചിരുന്നെങ്കിലും അതിന്റെ ഒന്നും ആവേശം പോളിംഗിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. 72.92% ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അതിനടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. അവസാനം പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് വയനാട് മണ്ഡലത്തിലുള്ള പോളിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. 6 മണിക്ക് പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരവും 62.39% മാത്രമായിരുന്നു പോളിംഗ് ശതമാനം. അതിൽ തന്നെ ഏറനാട്, വണ്ടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുൻപത്തേതുപോലെ തന്നെ പോളിംഗിൽ എടുത്തു നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മാനന്തവാടി, അതോടൊപ്പം തന്നെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ 60% അപ്പുറത്തേക്ക് പോളിംഗ് എത്തി എന്നതൊഴിച്ചാൽ വലിയൊരു ആവേശം, അതായത് മലപ്പുറത്തിന്റെ ഭാഗമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായ അത്ര ആവേശം വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ സവിശേഷമായ ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വലിയ തരത്തിൽ ആവേശം തീർത്ത
പ്രചാരണമാണ് ഓരോ മേഖലകളിലും എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് നടന്നതെങ്കിലും പിന്നെ എന്തുകൊണ്ട് അത് പോളിംഗിൽ പ്രതിഫലിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് മുന്നണികൾ കൂട്ടലും കിഴിക്കലുമൊക്കെയായി വരും ദിവസങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടി വരും. എന്തായാലും അവസാന ദിവസങ്ങളിൽ ഉണ്ടായ വഖഫ് വിവാദം ഉൾപ്പെടെ മണ്ഡലത്തിൽ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയാക്കി മാറ്റാൻ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന നിലപാടിലാണ് ഇടത് സഖ്യം. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, പ്രിയങ്ക ഗാന്ധി മുൻപ് രാഹുൽ ഗാന്ധിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. UDF ക്യാമ്പ് പറഞ്ഞിരുന്നത് 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു. പക്ഷേ ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതിയിരുന്ന ഈ ഭൂരിപക്ഷം ഇനി എത്രയിലേക്ക് മാറും എന്ന തരത്തിലുള്ള കണക്ക് കൂട്ടലുകളിലേക്ക് കോൺഗ്രസ് ക്യാമ്പിനെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും വോട്ടിംഗിന്റെ ശതമാനത്തിൽ ഇങ്ങനെയൊരു കുറവ് വരാനുണ്ടായ കാരണം എന്താണ് എന്ന് മുന്നണികൾക്കിടയിൽ ഇപ്പോൾ തന്നെ ഒരു സന്ദേഹമായി മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവർ തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയ തരത്തിൽ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് വയനാട് മണ്ഡലത്തിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിൽ അടക്കം രാവിലെ മുതൽ ചിലയിടങ്ങളിൽ, അതായത് മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദുരന്തം നേരിട്ട സ്ഥലങ്ങളിലെ വോട്ടർമാർക്ക് അവിടെ നിന്ന് വാഹന സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തി പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു. പക്ഷേ 2 വാർഡുകളിൽ നിന്ന്, അതായത് 167, 169 സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്, ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന് സമീപം തയ്യാറാക്കിയ ആ ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടായിരുന്നുവെങ്കിലും 168ാമത്തെ ബൂത്തിൽ, മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ നന്നേ കുറവായിരുന്നു രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ എണ്ണം. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറഞ്ഞു നിന്ന വയനാട്ടിൽ വോട്ടിംഗിൽ ആ ആവേശം പ്രതിഫലിക്കാതിരുന്നത് 3 മുന്നണികളെയും ഒരുപോലെ ചർച്ചകളിലേക്ക്, ആശങ്കകളിലേക്ക് വഴിമാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ കണക്കുകൂട്ടലുകളും യഥാർത്ഥ ചിത്രവും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർമാർ മനസ്സിൽ ഒളിപ്പിച്ച സത്യം എന്താണ്, അല്ലെങ്കിൽ അവർ എന്ത് നിലപാടിനൊപ്പമാണ് ഉറച്ചു നിന്നത് എന്ന കാര്യങ്ങളിലൊക്കെ ഏതാനും ദിവസങ്ങൾക്കകം വ്യക്തത വരും. ആ കാത്തിരിപ്പിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ട ഒരു ആവേശം അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാതിരുന്നതിന്റെ ഒരു സന്ദേഹമാണ് മുന്നണികൾ പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. വയനാട്ടിലെ സാഹചര്യം അതാണ്. ഇനി ഒരു മഹാദുരന്തം അതിനുശേഷമാണ് വയനാട് ഇപ്പോൾ പോളിംഗ് ബൂത്തിലെത്തിയത്. സർവ്വതും നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിലൊതുക്കിയാണ് ചൂരൽമലയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ഇന്നെത്തിയത്. സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വീട് എന്ന സ്വപ്നം ഇപ്പോഴും അകലെയായതിന്റെ ആശങ്ക വോട്ടർമാർ ന്യൂസ് 18നോട് പങ്കുവച്ചു. നിങ്ങൾ എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? ഞങ്ങൾ കാപ്പംകൊല്ലി. ഈ സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ വന്നിരുന്നോ? സ്ഥാനാർത്ഥികൾ ഒന്നും എത്തിയിട്ടില്ല, നമ്മളൊക്കെ ഉൾനാടുകളിലേക്കല്ലേ. നിങ്ങൾക്ക് ഇതിന് ശേഷം കിട്ടിയ ഉറപ്പുകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? കേരള ഗവൺമെന്റ് പറഞ്ഞത് നമുക്ക് തരാന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ വീടൊഴിച്ച് ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ വീടിന്റെ കാര്യത്തിൽ എന്താണ് എന്തെങ്കിലും അനിശ്ചിതത്വത്തിലാണ് അവർ നമ്മൾ വായിക്കുന്നതും റിപ്പോർട്ട് കിട്ടുന്ന ഒന്ന്, ഗവൺമെന്റ് പറയുന്നത് വേറൊന്ന്. നിങ്ങൾ ഏത് വാർഡാണ്? ചൂരൽമലയിൽ 12ാം വാർഡ്. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങള് വടുവഞ്ചാല്. വടുവഞ്ചാലാണ്. അപ്പൊ ഇവിടേക്ക് എത്താൻ വാഹന ക്രമീകരണം ബസ് ഉണ്ടായിരുന്നു. എവിടുന്നാണ് വരുന്നത്? ചൂരമല തന്നെ. ഏത് വാർഡാണ്? 12ാം വാർഡ്. നിങ്ങൾക്ക് വീട് ആ ഭാഗത്തായിരുന്നോ? ഞങ്ങളിവിടെ പഴയ വില്ലേജ് റോഡല്ലേ? ഇനി ഇന്ന് വോട്ടെടുപ്പ് നടന്ന വയനാട് ചേലക്കര മണ്ഡലത്തിൽ വോട്ടുള്ളത് 2 സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിരുന്നു. UR പ്രദീപും K ബാലകൃഷ്ണനും അവരവരുടെ മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മറ്റ് നേതാക്കളായ K രാധാകൃഷ്ണൻ MP, MV ശ്രേയംസ് കുമാർ, PV അബ്ദുൽ വഹാബ്, T സിദ്ദിഖ് എന്നിവരും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതികരണം. നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ടും നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എന്റെ വിശ്വാസം. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി.
ചേലക്കരയിൽ മാറ്റം വരുമെന്ന് കെ ബാലകൃഷ്ണൻ. ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. മുൻ ചേലക്കര MLA-യും ആലത്തൂർ MP-യുമായ കെ രാധാകൃഷ്ണൻ തോന്നൂർക്കര AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. UR പ്രദീപ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. PV അബ്ദുൾ വഹാബ് MP നിലമ്പൂർ GUP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. വളരെ നല്ല പ്രതീക്ഷയിൽ ആദ്യം മുതൽ എല്ലാവരും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, അതിന് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നുമല്ല. T സിദ്ദിഖ് MLA കൽപ്പറ്റ GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 5 ലക്ഷത്തിലധികം മഹാഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന ആവേശകരമായ ഒരു ട്രെൻഡിങ്ങിലേക്ക് ജനാധിപത്യത്തിന്റെ ഉത്സവമായി ഇന്നത്തെ ദിവസം, ഈ വോട്ടെടുപ്പ് ദിവസം മാറും. PK ബഷീർ MLA ഏറനാട് പത്തിരിപ്പാല GMLP സ്കൂളിൽ വോട്ട് ചെയ്തു. ഇന്ത്യക്ക് ഭാവി പ്രതീക്ഷയുള്ള ഒരു പുതിയ ഒരു താരോദയമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അതുകൊണ്ട് അവര് ഇന്ത്യ പാർലമെന്റിൽ എത്തണം, രാജ്യത്തെ നയിക്കാൻ അവരൊക്കെ പ്രാപ്തരാണ്. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പുണ്ട്. കുടുംബസമേതമാണ് MV ശ്രേയംസ് കുമാർ വോട്ട് ചെയ്യാനെത്തിയത്. ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് LDF അനുകൂലമായ വിധി ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് CPM രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നേതാക്കളുടെ വിവാദ നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല. EP ജയരാജനെ സംബന്ധിച്ചത് രണ്ടാമത്തെ സംഭവം. ഒപ്പം നേരത്തെ VS അച്യുതാനന്ദന്റെ അടക്കമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ EP ജയരാജന്റെ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലെ പരാമർശങ്ങളാണ് പാർട്ടിയെ വിട്ടിലാക്കാൻ പോകുന്നത്. ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, ഇതാണ് തലക്കെട്ടുള്ള DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥ. ഈ ആത്മകഥയിലെ ചില പരാമർശങ്ങളാണ്. നമുക്കറിയാം EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം CPMന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ പോവാൻ ഇടയായ കാര്യങ്ങളടക്കമുള്ള വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല, പാർട്ടി തൻ്റെ വാദങ്ങൾ കേൾക്കാതെ നടപടിയെടുത്തു. ഒപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ആദ്യ സർക്കാരിനൊപ്പം എത്താൻ കഴിയുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ തുടങ്ങി EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ട വലിയ വിമർശനങ്ങൾക്കെല്ലാം പിന്നിൽ അതിന് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനി ബോണ്ട് വിവാദ കേസിൽ ബോണ്ട് വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ പഴി കേൾക്കേണ്ടി വന്നത് താൻ. ഒപ്പം തന്നെ VM രാധാകൃഷ്ണൻ വിവാദത്തിലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. പക്ഷേ തനിക്ക് വേറെ മാത്രം വിവാദങ്ങൾ ഉയർന്നു. വൈദേഹം റിസോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ്. അത് ലൈവ് അറ്റ് 6 തുടരുകയാണ്. പൊന്നാനി പീഡന കേസ് പൊളിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്നാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. 2 വർഷം മുമ്പ് ഒരു സ്വത്ത് തർക്കത്തിൽ പരാതി നൽകിയ വീട്ടമ്മയെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. പൊന്നാനി CI വിനോദ് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തെന്നും ഈ പരാതി DYSP ബെന്നിക്ക് കൈമാറിയപ്പോൾ ബെന്നിയും പിന്നീട് മലപ്പുറം SP സുജിത് ദാസും ബലാത്സംഗം ചെയ്തെന്നുമായിരുന്നു വീട്ടമ്മയുടെ ആരോപണം. കേസിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടമ്മ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും രംഗത്തെത്തി. ഇവരുടെ ആരോപണം ഒരു മാധ്യമം പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ PV അൻവർ MLA ആരോപണത്തെ പിന്തുണച്ച് രംഗത്തെത്തി. ഇപ്പൊ ഇന്നലെ പൊന്നാനിയില് ഇന്ന് രാവിലെ റിപ്പോർട്ടർ വിട്ട വാർത്ത ഉണ്ടല്ലോ, എന്താണ് നിജസ്ഥിതി? പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പോയിരുന്നു പൊന്നാനി സ്ത്രീയെ കാണാൻ. ഇതിൽ ഒളിവും മറവൊന്നുമില്ല. അവിടെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊതുപ്രവർത്തകരുടെ വീട്ടിലേക്കാണ് വന്നത്. ഒരു പൊതുപ്രവർത്തകനും 2 പ്രവർത്തകനുമല്ല, വനിതാ സഖാക്കൾ ഉണ്ടായിരുന്നു. അവിടുന്നാണ് ഈ സ്ത്രീ ഈ മൊഴി മുഴുവൻ ഈ റിപ്പോർട്ടറിന് കൊടുക്കുന്നത്. അവർ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയതാ. CI പീഡിപ്പിച്ച കാര്യം പറയാൻ പോയി DYSP
ഡിവൈഎസ്പി അതിലേറെ വലിയ പീഡകൻ, അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ എസ്പിന്റെ അടുത്ത് അതിലേറെ പീഡകൻ. വസ്തുത അന്വേഷിക്കട്ടെ, സത്യമുണ്ടോന്ന്. എന്നാൽ പരാതിയിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. വീട്ടമ്മയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവ് വന്നതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് നടപടി തുടങ്ങിയത്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി ബെന്നി. ഇതും PV അൻവർ MLA വിരോധവുമാണ് പരാതിക്ക് പിന്നിലെന്ന വാദവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പിന്നിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരാണെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. പീഡന ആരോപണം കള്ളമാണെന്ന് സർക്കാരും കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ മുഴുവൻ ചോദ്യം ചെയ്യണം. അന്ന് പൊന്നാനി പ്രദേശത്ത് ചെന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ അതിനുള്ള ഒരു തന്റേടം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം മജിസ്ട്രേറ്റ് കോടതിക്ക് പുതിയ നടപടികളുമായി മുന്നോട്ടു പോകാം. ന്യൂസ് 18 കൊച്ചി. എഴുതി കുടുങ്ങി സഖാവ് EP. വോട്ടെടുപ്പ് ദിനത്തിൽ LDFനെ പ്രതിസന്ധിയിലാക്കിയാണ് EP ജയരാജന്റെ ആത്മകഥ അതൊരു വിവാദമായി പുറത്തേക്ക് വന്നത്. പാർട്ടി നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്നതാണ് ആത്മകഥയിലേതെന്ന തരത്തിൽ പുറത്തുവന്ന ഉള്ളടക്കം. പുസ്തകവും ഉള്ളടക്കവും EP ജയരാജൻ നിഷേധിച്ചതോടെ പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റിയെന്ന് വിശദീകരണത്തോടെ DC ബുക്സ് പ്രകാശനം മാറ്റിവെക്കുകയും ചെയ്തു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന EP ജയരാജന്റെ ആത്മകഥയാണിത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കവർ ചിത്രവും ഉള്ളടക്കത്തിന്റെ സൂചനയും DC ബുക്സ് ഇന്നലെ തന്നെ പുറത്തുവിട്ടു. പിന്നാലെ പുസ്തകത്തിന്റെ പൂർണ്ണമായ PDF കോപ്പിയും മാധ്യമങ്ങളുടെ കയ്യിലെത്തി. പാർട്ടി നേതൃത്വത്തെയും രണ്ടാം പിണറായി സർക്കാരിനെയും വിമർശിക്കുന്നതാണ് പുറത്തുവന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ പൊതുജനത്തിനുണ്ട്. ഒന്നാം സർക്കാരിനേക്കാൾ മന്ത്രിമാർ ദുർബലരാണ്. പാർട്ടി തന്നോട് നീതി കാട്ടിയിട്ടില്ലെന്ന് പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് മുമ്പായി പാർട്ടി തന്നെ കേട്ടില്ല. കേന്ദ്ര കമ്മിറ്റിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റാനുള്ള തീരുമാനമെടുത്തു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലുണ്ടായത് അനാവശ്യ വിവാദമെന്ന് EP വിശദീകരിക്കുന്നു. കോൺഗ്രസ് CPI നേതാക്കളെയും ജാവ്ദേക്കർ കണ്ടെങ്കിലും താൻ മാത്രം വിവാദത്തിൽപ്പെട്ടു. പാർട്ടിയെ അറിയിക്കാനുള്ള പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. EP വിവാദത്തിൽ കുടുങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ, വൈദേകം വിവാദങ്ങളിലും പുസ്തകത്തിൽ വിശദീകരണമുണ്ട്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനി ദിനപത്രം 2 കോടി വാങ്ങിയത് പാർട്ടിയുടെ അറിവോടെയാണ്. വിവാദ വ്യവസായി VM രാധാകൃഷ്ണനിൽ നിന്ന് പരസ്യം സ്വീകരിച്ചതും പാർട്ടി അനുമതി വാങ്ങിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ദേശാഭിമാനി കെട്ടിടം വിൽക്കാനുണ്ടായ തീരുമാനവും പാർട്ടി അറിഞ്ഞാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. എന്നാൽ ഈ പുസ്തകവും ഉള്ളടക്കവും EP ജയരാജൻ നിഷേധിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ DC ബുക്സും മുൻ നിലപാടിൽ നിന്ന് മാറി. പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റി പ്രകാശനം മാറ്റിവെച്ചതായി DC ബുക്സിന്റെ അറിയിപ്പ്. വോട്ടെടുപ്പ് ദിവസം ഈ വിവാദമുയർന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് EP ജയരാജന്റെ ആരോപണം. DC ബുക്സിനെ പുസ്തകം തയ്യാറാക്കാൻ നിയോഗിച്ചിട്ടില്ലെന്ന് EP ജയരാജൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കട്ടൻ ചായയും പരിപ്പുവടയുമെന്ന ആത്മകഥയിൽ നിന്ന് DC ബുക്സ് പിന്മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം ഇത് 2ാം തവണയാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം CPMനെ കുഴയ്ക്കുന്നത്. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. EP ജയരാജൻ നിഷേധിക്കുകയും DC ബുക്സ് പിന്മാറുകയും ചെയ്തതോടെ ഈ വിവാദം എങ്ങനെയുണ്ടായി എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ച.
എഴുത്തുകാരനുമായി കരാറുണ്ടാക്കാതെയാണോ ആത്മകഥ പുസ്തകമാക്കാൻ DC ബുക്സ് തീരുമാനിച്ചത് എന്നതിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പുസ്തക പ്രസാധകർ അറിയിപ്പ് നൽകിയിട്ടും EP ജയരാജൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നതിലും അവ്യക്തത തുടരുകയാണ്. വിവാദത്തിൽ EP ജയരാജനെ വിശ്വാസത്തിലെടുത്താണ് CPM നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെല്ലാം. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എഴുത്തുകാരനുമായി കരാറുണ്ടാക്കുന്നതാണ് പ്രസാധന രംഗത്തെ പതിവ്. ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. എഴുത്തുകാരനുമായി ധാരണയുണ്ടാക്കാതെയാണോ വിവാദ ഉള്ളടക്കമുള്ള ആത്മകഥ പുറത്തിറക്കാൻ DC ബുക്സ് തുനിഞ്ഞിറങ്ങിയത്? EP ജയരാജനുമായി രേഖാമൂലം കരാറുണ്ടോ? ഉണ്ടെങ്കിൽ DC ബുക്സ് പിന്നോട്ട് പോയതെന്തിന്? വിവാദമായപ്പോൾ മലക്കം മറിഞ്ഞത് EP ജയരാജനാണോ? വിവാദത്തിൽ വ്യക്തത വരുത്താൻ പുസ്തക പ്രസാധകർ തയ്യാറാവാത്തത് എന്തുകൊണ്ട്? DC ബുക്സ് പറയുന്ന നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ് എന്താണ്? വോട്ടെടുപ്പ് ദിവസം പുസ്തക വിവാദമുണ്ടായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ? അങ്ങനെയെങ്കിൽ പിന്നിലാരാണ്? തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വരുന്നതിൽ മാത്രമാണോ EP ജയരാജന് തടസ്സമുണ്ടായത്? പുസ്തക പ്രസാധന രംഗത്തെ കിടമത്സരം വിവാദത്തിന് പിന്നിലുണ്ടോ? DC ബുക്സിന്റെ സമൂഹമാധ്യമ പേജുകളിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നേരത്തെ വന്നിരുന്നു. പക്ഷേ EP ജയരാജൻ മാധ്യമങ്ങൾ പ്രതികരണമാരാഞ്ഞപ്പോൾ മാത്രമാണ് പുസ്തകം നിഷേധിച്ചത്. വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയെങ്കിലും ജയരാജനെ തൽക്കാലം CPM നേതൃത്വം വിശ്വാസത്തിലെടുക്കുകയാണ്. ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന. പുസ്തക വിവാദത്തിനിടെ ഉദുമയിൽ നടന്ന CPM ഏരിയ സമ്മേളനത്തിലും EP ജയരാജൻ പങ്കെടുത്തു. ഇതിനിടെ പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പുസ്തക പ്രകാശനം മാറ്റിവെച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും. കാരണം DC ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിൾ ആണ്. 178 ഒറ്റ പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിൽ എത്തും, പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ? അത് പുറത്തുപോയി, അത് സത്യമാണ്. പുറത്തുപോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പോഴും അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് എന്ന് തോന്നുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണം എന്റെ സമ്മതത്തോടെയല്ല, ഞാൻ അറിയില്ല. അതൊരു ശുദ്ധ അസംബന്ധമാണ്, കളവാണ്. പാർട്ടി പരിപാടികളിൽ നിന്നും അകൽച്ച പാലിച്ചിരുന്ന ജയരാജൻ നേതൃത്വവുമായി അടുക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് വിവാദമുയരുന്നത്. സംഭവത്തിൽ വൻ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുവെന്ന വാദം EP ജയരാജൻ ആവർത്തിക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. CPM സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്നതിന് തെളിവാണ് EP-യുടെ വെളിപ്പെടുത്തലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് EP. പിണറായിയും കുടുംബവും CPM-നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ആരോപിച്ച സുരേന്ദ്രൻ EP ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നും നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ജാവ്ദേക്കറിനെ കണ്ടിട്ടും EP-യെ മാത്രം എന്തിനു പുറത്താക്കിയെന്നും സുരേന്ദ്രൻ ചോദിച്ചു. കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് വലിയ നീതി നിഷേധമാണ് പിണറായി വിജയനും CPM-ഉം കാണിച്ചിട്ടുള്ളത്. അതിന്റെ പ്രത്യാഘാതം ആ പാർട്ടിക്കകത്തും തെരഞ്ഞെടുപ്പിലുമെല്ലാം ഉണ്ടാവും. ബിനോയ് വിശ്വം അടക്കമുള്ള ആൾക്കാരെ ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞു എന്നാണ് EP ജയരാജൻ എഴുതിയിരിക്കുന്നത്. എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം ഒരു കള്ളം എഴുതാൻ സാധ്യതയില്ല. അപ്പോ എന്തിനാണ് EP ജയരാജനെ മാത്രം പുറത്താക്കുന്നത്? സംരക്ഷണം കൊടുക്കുന്നല്ല. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയില് 52 വെട്ടിന്റെ പാർട്ടിയാണല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്താൽ 52 വെട്ടാണല്ലോ. ആ 52 വെട്ടിന് EP ഭയപ്പെടേണ്ടതില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 52 വെട്ടുമായിട്ട് ചന്ദ്രശേഖരനെ പോലെ കൈകാര്യം ചെയ്യാൻ EP ജയരാജനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ വരികൾക്കിടയിലൂടെ വായിക്കണം. അല്ല, EP ജയരാജൻ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാപരമാണല്ലോ. EP ജയരാജന്റെ പേരിലുള്ള വിവാദം കുതന്ത്രമാണെന്നായിരുന്നു K. രാധാകൃഷ്ണന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് വന്നതിൽ ഗൂഢാലോചനയുണ്ട്. EP തന്നെ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും K. രാധാകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു ഫേക്ക് ന്യൂസാന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിൽ ചോദ്യം ഉദിക്കുന്നില്ല. അസംബ്ലി പറയുന്ന മറുപടി പോലെ പിന്നീട് അതിന്റെ
മുകളിൽ ചോദ്യം ഉദിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞു ഫേക്ക് ന്യൂസാന്ന് പറഞ്ഞു. വോട്ടെടുപ്പിന്റെ ദിവസം അത് പുറത്തു വന്ന ഗൂഢാലോചന സാധാരണഗതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. അപ്പോൾ അത് ബോധപൂർവം തന്നെ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ നെയ്യും, വ്യാജമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കും, ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കും. അതാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ അസത്യപ്രചരണങ്ങൾ നടത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിക്കൊണ്ട് എന്തെല്ലാം നുണപ്രചരണങ്ങളോ അസത്യപ്രചരണങ്ങളോ നടത്താൻ കഴിയുമോ അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ള പ്രതീക്ഷിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തും. എന്നാൽ യാഥാർത്ഥ്യം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയും. എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. EP പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമെന്ന് മന്ത്രി VN വാസവൻ. ഈ പ്രശ്നം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. DC-യുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അവകാശവാദവുമായി വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയുള്ള വാർത്തയാണ്. EP-യും DC ബുക്സും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും VN വാസവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പ്രശ്നം നമ്മൾ ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഭാവിയിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇപ്പൊ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട DC റിവ്യൂ ആരെങ്കിലും പറഞ്ഞു ഞാനത് എനിക്കിത് വന്നിട്ടുണ്ട്, ഞാൻ പ്രകാശനം ചെയ്യുന്നു പറയും. അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ വരാത്തിടത്തോളം കാലം ഇത് എഴുതി എന്ന് പറയുന്ന ആള് കൃത്യമായി നിഷേധിക്കുമ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്നും ഒരു പുസ്തകം ഇതുവരെ തീർന്നിട്ടില്ല എന്നും പറയുമ്പോൾ അതല്ലേ വിശ്വസിക്കുക. അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം ഒരു ഗൂഢാലോചന ഫലമാണെന്നുള്ളത്. EP ജയരാജന്റെ പുസ്തകത്തിലെ വിമർശനത്തിൽ P സരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. EP ജയരാജൻ പച്ചയ മനുഷ്യനാണ്. ചർച്ചയാക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് ചർച്ചയാക്കാം. പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ തന്നെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കാമെന്നും സരിൻ പറഞ്ഞു. മറ്റു ചില വാർത്തകളിലേക്ക്. AD നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പ് തന്റേത് തന്നെയാണ് എന്ന് പരാതിക്കാരൻ TV പ്രശാന്ത്. തനിക്ക് 2 ഒപ്പുകൾ ഉണ്ടെന്നും തന്റെ ഒപ്പുകൾ മാധ്യമങ്ങൾക്ക് അറിയില്ലെന്നും പ്രശാന്ത് പറയുന്നു. പ്രശാന്തിന്റെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തി. പെട്രോൾ പമ്പിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു 91,500 രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി കത്തിൽ പേര് പ്രശാന്തൻ TV എന്നും പെട്രോൾ പമ്പ് സ്ഥല ഉടമകളുമായുള്ള കരാറിൽ പ്രശാന്ത് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പിലും സ്ഥല ഉടമകളുമായിട്ടുള്ള കരാറിലെ ഒപ്പിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ PP ദിവ്യ. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദിവ്യ പങ്കെടുക്കില്ല. നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടാണ് PP ദിവ്യ വിട്ടുനിൽക്കുന്നത്. അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷമുണ്ട്. അതിനാൽ KK രത്നകുമാരിയുടെ വിജയത്തെ അത് ബാധിക്കുക സാധ്യമല്ല. സസ്പെൻഷന് ശേഷവും ഫേസ്ബുക്ക് പോര് തുടരുകയാണ് N പ്രശാന്ത് IAS ഉദ്യോഗസ്ഥരായ A ജയതിലകിനെയും K ഗോപാലകൃഷ്ണനെയും പേരെടുത്ത് വിമർശിച്ചാണ് നടപടിക്ക് ശേഷവും പ്രശാന്തിന്റെ പോസ്റ്റ്. ഇരുവരുടെയും വ്യാജ നരേറ്റീവ് കാങ്കോയിലെ ജീവനക്കാർ തള്ളിക്കളഞ്ഞുവെന്ന് തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രശാന്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും എന്നതും ഉറപ്പായി. സമൂഹമാധ്യമത്തിലെ പരസ്യ വിമർശനത്തിന് നടപടി നേരിട്ടെങ്കിലും നിലപാടിൽ നിന്ന് തെല്ലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് പ്രശാന്തിന്റെ പുതിയ പോസ്റ്റ്. കേരള അഗ്നി മെഷീനറി കോർപ്പറേഷൻ MD സ്ഥാനത്ത് 2 മാസം പിന്നിടുമ്പോഴാണ് പ്രശാന്തിനെതിരായ നടപടി. ഇതിനിടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി സ്വീകരിച്ച നടപടികൾ ഇടയ്ക്ക് മുറിഞ്ഞു പോകുമ്പോഴുള്ള വിഷമം പ്രശാന്ത് പങ്കുവയ്ക്കുന്നു. ജയതിലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയും വ്യാജ നരേറ്റീവുകൾ തള്ളിക്കളഞ്ഞ ട്രേഡ് യൂണിയനുകൾക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നന്ദി. CITU, AITUC, INTUC തുടങ്ങിയ സംഘടനകളുടെ പേരെടുത്തു പറഞ്ഞാണ് പ്രശാന്ത് നന്ദി രേഖപ്പെടുത്തുന്നത്. ലാഭത്തിലേക്ക് കാങ്കോയെ എത്തിക്കാൻ തുടങ്ങിവെച്ച പ്രവൃത്തികൾ തുടരണം. അമരത്തല്ല കരയ്ക്കാണെങ്കിലും സ്ഥാപനത്തിന്റെ തുടർന്നുള്ള യാത്രയിൽ ഒപ്പമുണ്ടാകുമെന്നും പ്രശാന്ത് പറയുന്നു. സസ്പെൻഷൻ നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പ്രശാന്ത് വൈകാതെ സമീപിക്കും. നേരത്തെ സർക്കാരിന്റെ കണ്ണിലെ കരടായി പുറത്തുപോയ ജേക്കബ് തോമസ് IPSന്റെ സസ്പെൻഷൻ കാലാവധി 1 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയിരുന്നു. VV വിനോദ്, News 18, തിരുവനന്തപുരം.
മുനമ്പം വിഷയത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വർഗീയ പ്രചാരണമാണ് നടക്കുന്നതെന്ന മന്ത്രിയുടെ പ്രതികരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അനുഭാവം പ്രകടിപ്പിക്കുന്നതിന് പകരം മന്ത്രി വർഗീയ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചുവെന്ന് ബിഷപ്പ് പറഞ്ഞു. സമരം 32 ദിവസം പിന്നിട്ടു. ദുഃഖം അനുഭവിക്കുന്ന ജനതയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിന് പകരം വർഗീയ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്ന ആശങ്കയാണ് തലശ്ശേരി ബിഷപ്പ് പങ്കുവച്ചത്. ഈ സാമാന്യ ജനതയുടെ ദുഃഖകരമായ അവസ്ഥയിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങളെയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിനെയും വർഗീയമായ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉണർത്താനിടവന്നു. അതുവരെയും ഇതൊരു മതവിഷയമായിട്ടല്ല, ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ വിഷയമായിട്ടാണ് എല്ലാവരും കരുതിയത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പലരും സമരത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നെന്നും വർഗീയ പ്രസ്താവനകൾ അപലപനീയമാണെന്നും കത്തോലിക്ക സഭാ നേതൃത്വം. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മനസ്സോടെ മുനമ്പം ജനതയ്ക്ക് പിന്തുണ നൽകുന്നു. സമരത്തിന് ഐക്യദാർഢ്യവുമായി CPI നേതാക്കളും സമരപ്പന്തലിലെത്തി. മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ, TJ ആഞ്ചലോസ്, CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദിയിലെ സന്യാസിമാരും മൽബാരി ബാബയും സംഘവും സമരത്തിന് ഐക്യദാർഢ്യവുമായെത്തി. നാളെ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജയും കൊല്ലം രൂപതാ ബിഷപ്പും സമരപ്പന്തലിലെത്തും. ന്യൂസ് 18 കൊച്ചി. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണത്തിന് പുതിയ സംഘം. കൊച്ചി DCP KA സുദർശന നേതൃത്വത്തിൽ 8-അംഗ സംഘം രൂപീകൃതമാകും. അന്വേഷണ ഉദ്യോഗസ്ഥൻ VK രാജുവിനെ സംഘത്തിൽ നിലനിർത്തി. അന്വേഷണ മേൽനോട്ടം തൃശൂർ DIG തോംസൺ ജോസിനാണ്. DGPയാണ് പുതിയ ഉത്തരവിറക്കിയത്. ബുൾഡോസർ രാജിനെതിരെ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. കേസിൽ ഉൾപ്പെട്ട പ്രതികൾ കുറ്റക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാലും സർക്കാരിന് കോടതിയാകാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. കേസുകളിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം പ്രതികളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വീട് ഭരണഘടന നൽകുന്ന അവകാശമാണ്. പ്രതികളുടെ വീട് നിയമപ്രകാരമല്ലാതെ പൊളിച്ചാൽ അവർക്ക് കോടതിയെ സമീപിക്കാം. നടപടിക്രമം പാലിക്കാത്തതിന് ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കാമെന്നും ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ജാർഖണ്ഡിലും വിധിയെഴുത്ത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 64.86% പോളിംഗ് രേഖപ്പെടുത്തി. 43 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറനും 6 മന്ത്രിമാരും ഉൾപ്പെടെ 683 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയത്. കൂടുതൽ വിവരങ്ങൾ മനു ഭരത് നൽകും. മനു, സമാധാനപരമായിരുന്നോ പോളിംഗ് ആദ്യഘട്ടത്തിൽ? എൽദോ, ആദ്യഘട്ട പോളിംഗ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു എന്ന് തന്നെ പറയാം. കാര്യമായ ഒരു അക്രമ സംഭവവും റിപ്പോർട്ട് ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ പോളിംഗ് ഫലങ്ങൾ കിട്ടുമ്പോൾ വോട്ടർ ടേൺ ഔട്ട് എന്നത് 64.86% വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് ലോഹർദാഗയിലാണ്. അവിടെ രാമേശ്വർ ഒറാം, ധനകാര്യമന്ത്രി രാമേശ്വർ ഒറാം നെഹ്റു സിംഗ് ഭാഗത്തിനെ നേരിടുന്നു. ഒപ്പം ചമ്പൈ സോറന്റെ സരായ്ക്കേലയിലും ഏറ്റവും നല്ല ഒരു പോളിംഗ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 70%-ലധികം വോട്ടർമാർ അവിടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനെത്തി. പക്ഷേ ഏറ്റവും കുറവ് വോട്ടർമാരെ കണ്ടത് റാഞ്ചിയിലാണ്. അവിടെ 6 തവണ MLA ആയ CP സിംഗ് ആണ് BJPയുടെ സ്ഥാനാർത്ഥി. മഹുവ മാഞ്ചിയാണ് അവിടുത്തെ ജാർഖണ്ഡിലെ വനിതാ കമ്മീഷൻ ചെയർമാൻ കൂടിയായ മഹുവ മാഞ്ചിയാണ് അവിടെ ഈ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ജാർഖണ്ഡിൻ്റെ പോളിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിൽ സമാധാനപൂർവ്വമായി പോളിംഗ് നടന്നിരിക്കുന്നു. 950 പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിതമെന്ന തരത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നുകൊണ്ട് 4 മണിക്ക് തന്നെ അവിടെ പോളിംഗ് അവസാനിച്ചു. മറ്റിടങ്ങളിലാണ് 5 മണിവരെ പോളിംഗ് ഉണ്ടായിരുന്നത്. 250ഓളം കേന്ദ്രങ്ങൾ അതീവ സെൻസിറ്റീവായിരുന്നു. ആ പ്രദേശങ്ങളിൽ നിന്നും യാതൊരു അക്രമ സംഭവങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, മനു ഭരത് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പിന് നടന്ന നയഹട്ടി നിയമസഭാ മണ്ഡലത്തിലുണ്ടായ സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചു. 6 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്.
ബംഗാളിൽ 24 നോർത്ത് പർഗാന ജില്ലയിലെ പ്രാദേശിക തൃണമൂൽ പ്രവർത്തകൻ അശോക് ഷാവാണ് കൊല്ലപ്പെട്ടത്. രാവിലെ അശോക് ഷാവ് അടക്കം നിരവധി പേർ പ്രദേശത്തെ ചായക്കടയിലിരിക്കുമ്പോഴാണ് അക്രമികൾ വെടിയുതിർത്തത്. ഗുരുതരാവസ്ഥയിലായ അശോക് ഷാവിനെ ബട്ട്പാര സ്റ്റേറ്റ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു. सोमनाथ श्याम के संग रहता वही मारा है और सब राज पांडे के संग रहता वो सब लड़का लोग वो किचु है नहीं এখন বাজার করতে এসেছে গুলি চালিয়েছে. ആക്രമികൾ സ്ഥലത്ത് ബോംബെറിഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. സ്ഫോടനത്തിൽ ചിലർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഒരു പൊട്ടാത്ത ബോംബ് പോലീസ് പരിശോധിച്ച് നിർവീര്യമാക്കി. വെടിവെപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പോളിംഗ് കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. നൈഹട്ടിയിലെ ചില കേന്ദ്രങ്ങളിൽ BJP ബാനറുകൾ കീറിക്കളഞ്ഞതായും പരാതി ഉയർന്നു. പോളിംഗ് ഏജന്റുമാരെയും പാർട്ടി പ്രവർത്തകരെയും തൃണമൂൽ പ്രവർത്തകർ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് BJP ആരോപിച്ചു. നൈഹട്ടിക്ക് പുറമെ മദാരിഹത്ത്, സീതായ്, താൽദംഗ്ര, ഹറോവ, മെദിനിപൂർ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദേവ്ലി ഉണിയാറ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ മർദ്ദിച്ചു. വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഭവം. കോൺഗ്രസ് വിമതനായ നരേഷ് മീണ SDM അമിത് ചൌധരിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംറോട്ട പഞ്ചായത്തിലെ ഗ്രാമവാസികൾ 50 കിലോമീറ്റർ അകലെയുള്ള ദേവ്ലി സബ് ഡിവിഷന് കീഴിലാണെന്നും അത് 15 കിലോമീറ്റർ ദൂരെയുള്ള ഉണയാറ സബ് ഡിവിഷന് കീഴിലാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമവാസികൾ പ്രതിഷേധത്തിലാണ്. SDM അമിത് ചൌധരി വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാരോപിച്ചാണ് നരേഷ് മീണ ക്ഷുഭിതനായത്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് 3 പേരെ രഹസ്യമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നായിരുന്നു മീനയുടെ ആരോപണം. വോട്ടെടുപ്പിനിടെ നരേഷ് മീണ സംറോട്ട മേഖലയിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ബലമായി കയറാൻ ശ്രമിച്ചു. പോലീസും അധികൃതരും ഇയാളെ തടയാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അമിത് ചൌധരിക്കെതിരെ ജനങ്ങളാണ് പ്രതികരിച്ചത് എന്നാണ് നരേഷ് മീണയുടെ പ്രതികരണം. EVMൽ തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അവ്യക്തമാണ് എന്നും അത് വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും നരേഷ് മീണ ആരോപിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി ഏരിയ മജിസ്ട്രേറ്റായി അമിത് ചൌധരിയെ ചുമതലപ്പെടുത്തിയിരുന്നതായി ടോങ്ക് കളക്ടർ സൗമ്യ ഝാ വ്യക്തമാക്കി. SDM സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണം ആരംഭിക്കുമെന്നും കലക്ടർ പറഞ്ഞു. പിന്നീട് FIR രജിസ്റ്റർ ചെയ്യും. സംഭവത്തെ തുടർന്ന് മാൽപുര ADMന് ഏരിയ മജിസ്ട്രേറ്റിന്റെ പകരം ചുമതല നൽകിയിട്ടുണ്ട്. ടോങ്ക് കലക്ടർ സ്ഥലത്ത് വന്ന് ഗ്രാമം വീണ്ടും ഉണിയാറ സബ് ഡിവിഷന് കീഴിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതണമെന്നും അതിനായി ഗ്രാമവാസികൾക്കൊപ്പം താനും പ്രതിഷേധത്തിലാണെന്നും നരേഷ് മീണ വ്യക്തമാക്കി. ഔദ്യോഗിക സ്ഥാനാർത്ഥി KC മീനയ്ക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നരേഷ് മീനയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിനായി 3 അംഗ സമിതിയെ നിയോഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഈ തീരുമാനം. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും തീരുമാനമായി. സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചി 24ന്റെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3 അംഗ സമിതിയെ നിയോഗിച്ചു. പ്രതിഷേധം രേഖപ്പെടുത്തിയ തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും തീരുമാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MI മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ BT, SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സമാപന ചടങ്ങിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സംബന്ധിച്ചുണ്ടായ വിവാദം വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. മുന്നറിയിപ്പൊന്നുമില്ലാതെ ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് ഡിവിഷൻ സ്കൂളുകളെയും ചാമ്പ്യൻ പട്ടത്തിന് പരിഗണിച്ചതാണ് വിവാദത്തിന് വഴിവെച്ചത്. പോയിന്റ് നിലയിൽ സ്കൂളുകളുടെ പട്ടികയും സ്പോർട്സ് ഡിവിഷനുകളുടെ പട്ടികയും വെവ്വേറെയാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരുന്നത്. എന്നാൽ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ സ്കൂളുകളുടെ പട്ടികയിൽ തന്നെ GV രാജ സ്പോർട്സ് ഡിവിഷന്റെ പേരുൾപ്പെടുത്തി. ഇതോടെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന മലപ്പുറം നാവാമുകുന്ദ സ്കൂള് 3ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുണ്ടായിരുന്ന കോതമംഗലം മാർ ബേസിൽ സ്കൂൾ 4ാം സ്ഥാനത്തുമായി. ഇതേ തുടർന്നാണ് പ്രതിഷേധമുയർന്നത്.
മേളയിൽ സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുയർന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പഠനം നടത്തി ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ കായിക രംഗത്തെ വിദഗ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ മാനുവൽ പരിഷ്കരണം അടക്കം നടത്താനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ ദർശന സമയം കൂട്ടി എല്ലാ ദിവസവും 18 മണിക്കൂറാക്കി. പുലർച്ചെ 3 മുതൽ 1 വരെയും ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 11 വരെയുമായിരിക്കും ദർശനം. പ്രതിദിനം 80,000 പേർക്ക് ദർശനത്തിന് അവസരം ലഭിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 3ാം മത്സരം അല്പസമയത്തിനകം നടക്കും. സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിലാണ് മത്സരം. പരമ്പരയിൽ ഇരു ടീമും ഓരോ മത്സരം വീതം ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറി കരുത്തിൽ ജയിച്ച ഇന്ത്യ 2ാം മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. 4 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാലത്ത്.